രണ്ട് വശങ്ങളുണ്ട്, നെഗറ്റീവും പോസിറ്റീവും ഉണ്ടാവും. ഇതിനിപ്പോൾ നെഗറ്റീവ്സാണ് കൂടുതൽ. പോസിറ്റീവായിട്ട് പറയുകയാണെങ്കിൽ മമ്മൂക്കൊക്കെ നേരിട്ട് വന്ന് ഇൻ്റർവ്യൂവിൽ ഇരിക്കേണ്ട ആവശ്യമില്ല. അദ്ദേഹത്തിന് പറയാനുള്ളത് നെറ്റിൽ കൂടി പറഞ്ഞാൽ മതി. അദ്ദേഹം പേഴ്സണലി വന്നിരുന്ന ആൾക്കാരോട് സംസാരിക്കേണ്ട, അതിനുള്ളൊരു ഫ്രീഡം ഉണ്ട്. ഇപ്പോൾ ലോകത്ത് എവിടെയാണെങ്കിലും ഹോളണ്ടിലായിരിക്കുമ്പോൾ ആംസ്റ്റർഡാമിലായിരിക്കുമ്പോൾ അദ്ദേഹം പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അതൊരു പ്ലസ്സാണ്. നെഗറ്റീവ്സ് എന്ന് പറഞ്ഞാൽ ഇതാണ് പ്രഡിക്ഷൻ. നാളെ ഇറങ്ങുന്ന പടത്തെക്കുറിച്ച് ഇന്ന് പ്രവചിക്കുക, ഇത് പൊളിയാണ്, റെഡിയാക്കി വെച്ചിരിക്കുകയാണ്, ഇതിന് എങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്യണം എന്നുള്ളത്. എൻ്റെ അടുത്ത സുഹൃത്ത് പോലും എനിക്ക് അയച്ചു തന്നു ഈ വളരെ മോശമായ രീതിയിൽ. ഈ പടം കണ്ടിട്ട് പോലുമില്ല. അപ്പോൾ ഇവരുടെയൊക്കെ മനസ്സിൽ ക്രൈമാണ്, ഒരു നന്മയല്ല, ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡല്ല. ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരിക്കലും ജീവിതത്തിൽ നന്മ വരില്ല. അത് ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം എപ്പോഴും നെഗറ്റീവായിട്ട് പറയുന്നത്, മനസ്സിന് സന്തോഷം തരാതെ ജീവിക്കുന്ന ആൾക്കാരുണ്ട്. നമ്മളെ കാണുമ്പോൾ മനസ്സിനെ വേദനിപ്പിക്കണമെന്ന രീതിയിൽ പ്രവർത്തിക്കുന്നവരുണ്ട്. അവരുടെ ജീവിതത്തിലും അതുപോലെ തന്നെ ആയിരിക്കും. നോക്കിയോ, അവർക്കൊരു ഉയർച്ച ഉണ്ടാവില്ല. ഞാൻ ഒരുപാട് പടങ്ങൾ ചെയ്തിട്ടുള്ള ഒരു കൺട്രോളർ എനിക്കറിയാം. അത് ഏത് പടം ഇറങ്ങിയാലും ഇതിനെക്കുറിച്ച് ഇങ്ങനെ വാദവരാതെ കുറ്റം പറയുക. അദ്ദേഹത്തിൻ്റെ പടമാണെങ്കിൽ വളരെ മോശം പടങ്ങളുമാണ്. അദ്ദേഹത്തിന് ഇന്നുവരെ ഒരു വീട് സ്വന്തമായിട്ട് വെക്കാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ നമ്മുടെ നാവ് വിഷമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നാവ് കൊണ്ട് നല്ലതും ചെയ്യാൻ സാധിക്കും, തിന്മയും പറ്റും. ഇതേ നാവ് കൊണ്ട് പ്രാർത്ഥിക്കാൻ പറ്റും, തെറിയും പറയാൻ പറ്റും. അപ്പം മാക്സിമം നമ്മൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുക. ഞാൻ ഫിലോസഫി പറയുന്നതല്ല. എപ്പോഴും അതൊന്നും ചിലർക്ക് അതിൻ്റെ ഒരു ഇൻഫോർമേഷൻ കിട്ടാത്തതുകൊണ്ടായിരിക്കും ഇങ്ങനെ പ്രവർത്തിക്കുന്നത്. മറ്റൊരു പടം ഇറങ്ങിക്കഴിയുമ്പോഴേക്കും അതൊന്ന് പൊളിഞ്ഞ് കിട്ടാൻ ആഗ്രഹിക്കുന്ന കുറേ പേരുണ്ട്. നമ്മൾ ഒരിക്കലും അങ്ങനെ ആഗ്രഹിക്കരുത്. അവരുടെ നന്മ ആഗ്രഹിക്കുമ്പോൾ നമുക്ക് അറിയാതെ ഒരു ഗ്ലോ നമുക്ക് വരും, ദൈവത്തിൻ്റെ ഒരു പ്രകാശം നമ്മളിലേക്ക് വരും. അത് തീർച്ചയാണ്. അത് ഞാൻ അനുഭവിച്ചിട്ടുള്ളവനാണ്. നമ്മൾ മറ്റുള്ളവരുടെ ദുഃഖത്തിൽ അതീവമായിട്ട് സന്തോഷിക്കരുത്. അങ്ങനെ സന്തോഷിക്കുന്ന ഞാൻ പലരും കണ്ടിട്ടുണ്ട്. അവരുടെ ദുഃഖത്തിൽ നമ്മൾ പങ്കുചേരാൻ ശ്രമിക്കുക. പങ്കുചേരാൻ പറ്റില്ലെങ്കിൽ അവരെ നിശ്ചയിക്കരുത്. അതുപോലെ തന്നെ സന്തോഷത്തിൽ ഞാൻ അമിതമായിട്ട് സന്തോഷിക്കാറില്ല. ഒരു ദുഃഖം വരുമ്പോൾ അടുത്തൊരു സന്തോഷത്തിനായിരിക്കും. ഇപ്പോൾ കുറേ പടങ്ങൾ എനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു സന്തോഷം എനിക്ക് അടുത്ത് വരുമെന്നറിയാം. സത്യം എന്താ, എനിക്ക് കരമന സുധീർ, അദ്ദേഹം ഒരു അധ്യാപൻ, ഒരു ഹെഡ് മാസ്റ്ററാണ്. അപ്പോൾ അദ്ദേഹത്തിൽ നിന്നൊക്കെയാണ് നല്ല മെസ്സേജസ് കിട്ടിയത്. ആദ്യം കമ്മിറ്റ് ചെയ്ത് ചെയ്യുക എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ നന്മയുടെ ഒരു വാക്കാണ് അത് നമുക്ക് കിട്ടിയത്. അത് കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. വേറൊരു നടനുണ്ട് സീനിയറായിട്ട്, അത് ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നത് ശരിയല്ല, അതിൻ്റെ പേര് പറയുന്നില്ല. ആ നടനോട് ചോദിച്ചപ്പോൾ പറഞ്ഞ് നമ്മളിപ്പോൾ ഒരു ചെറിയ പ്രോജക്റ്റ് കമ്മിറ്റ് ചെയ്തു, അപ്പോൾ ഇതിനേക്കാൾ വലുത് വന്നാലും എന്ത് ചെയ്യും എന്ന് പറയുമ്പോൾ ആ വലുത് കേൾക്കണം. അപ്പോൾ പഴയ ആളോ അത് നമ്മൾ ഒഴിഞ്ഞു മാറണം. അപ്പോൾ അയാൾ വിഷമിക്കില്ലേ, അയാൾ ഫോൺ ചെയ്ത് നമ്മൾ ചോദിക്കില്ലേ, അപ്പോൾ ഓഫ് ചെയ്തിട്ടാൽ മതി ഫോൺ. അപ്പോൾ ഇതാണ് ഞാൻ എടുക്കുന്നതെങ്കിൽ ആ ലെവലിൽ ഞാനൊരു വിഷവൃക്ഷമായിട്ട് വളർന്നുകൊണ്ടിരിക്കും. ഞാനപ്പോൾ കരമന സുധീർ പറഞ്ഞാണ് ഓർക്കുന്നത്, കമ്മിറ്റ്മെൻറ്റ്സ് ചെറുതാണെങ്കിൽ ആദ്യം നമ്മൾ നിർവഹിക്കുക. അപ്പോൾ അങ്ങനെയുള്ള സുഹൃത്ത് ബന്ധങ്ങളും അങ്ങനെയുള്ളവരിൽ നിന്നും കിട്ടുന്ന വാക്കുകളും പിന്നെ എഫോർട്ട് ഞാൻ വളരെയധികം ഇഷ്ടപ്പെടുന്നത്. പേഴ്സണലി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട, മറ്റുള്ളവർ ഞാൻ അടുപ്പമുണ്ടായിട്ടില്ല. വളരെ ഒരു കുഞ്ഞു മനസ്സും എന്നാൽ വളരെ വലിയ അഗാധമായ നോളജും ആക്ടിങ്ങിനെ കുറിച്ചും വേൾഡ് സിനിമാസിനെ കുറിച്ചും അവരിൽ നിന്നൊക്കെ ഞാനിപ്പോഴും പഠിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അതിൽ നിന്നുമൊക്കെയാണ് നമുക്ക് പുതിയ പുതിയ വിശേഷങ്ങളും വിചാരങ്ങളും ചിന്തകളും കിട്ടുന്നത്. ഒന്ന്, എനിക്ക് നായകനാവുന്നൊന്ന് തിരക്കില്ല. ഞാൻ വീട്ടിൽ പറഞ്ഞിട്ടില്ല ഞാനൊരു നായകനായിട്ട് തിരിച്ചു വരും എന്നുള്ളത്. സിനിമയുടെ ഏതെങ്കിലും ഭാഗത്തൊക്കെ ഉണ്ടാവും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ് എൻ്റെ ഒരു ജീവിതമാർഗ്ഗം. പിന്നെ കേന്ദ്ര കഥാപാത്രം എന്നേ പറയുന്നുള്ളൂ. അപ്പോൾ വളരെ ഡിഫറൻ്റായിട്ട് തോന്നിയൊരു സ്റ്റോറി മാത്രമാണ് ഞാൻ ഹീറോ ആയിട്ട് ചെയ്തത്. 4 കുട്ടികൾ, ക്വാഡ്രപ്ലസ്. ലോക സിനിമയിൽ എങ്ങും ഉണ്ടായിട്ടില്ല, അതിൽ നിന്നും ഇൻസ്പിറേഷനും കിട്ടിയിട്ടില്ല. ഇത് നമ്മുടെ സൃഷ്ടിയാണ്, നമ്മുടെ മലയാളത്തിൻ്റെ ഒരു സിനിമയാണ്. എനിക്കൊന്ന് ഒരു 10 തവണ അത് ടെലികാസ്റ്റ് കഴിഞ്ഞു ഒരു വർഷത്തിനുള്ളിൽ. അപ്പോൾ സാധാരണ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞു. തിയേറ്ററിലൊരു ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റൊന്നും അല്ല, പക്ഷേ കുട്ടികൾക്കും അതുപോലെ എല്ലാവർക്കും ഒരുമിച്ച് ആസ്വദിക്കാൻ പറ്റിയൊരു സിനിമയാണ്. അത് സ്വീകരിച്ചു. ഇനി ഞാൻ ചെയ്യുന്നതും ഹീറോയിൻ തിരക്കില്ല. എനിക്ക് ഏറ്റവും ഫ്രീഡം എന്ന് പറയുന്നത് ഈ കയ്യാളായിട്ട് നിൽക്കുന്നതും കൂടെ നിൽക്കുന്ന ക്യാരക്ടറും. ദൈർഘ്യമൊന്നും വേണ്ട. ചിലപ്പോൾ ഒരു സീനായിരിക്കും, പക്ഷേ എനിക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുന്ന സീനാണെങ്കിൽ അതാണ് എനിക്കിഷ്ടം, കൂടുതൽ കംഫർട്ടബിൾ. ഒന്ന്, പടം വിജയിച്ചാൽ നമുക്ക് കുറച്ച് പേര് കിട്ടും, പൊളിഞ്ഞാൽ നമുക്ക് പേര് പോവില്ല, നായകനെ പേര് പോകുള്ളൂ. പക്ഷെ അതുകൊണ്ടൊന്നുമല്ല, നമ്മളെല്ലാവരും എൻ്റെ ഭാഗമാണ്. പക്ഷേ ഞാൻ കൂടുതൽ കംഫർട്ടബിൾ ക്യാരക്ടർ റോൾസാണ് എനിക്ക് ധൈര്യവും. എന്നാൽ കേന്ദ്ര കഥാപാത്രം എനിക്ക് യോജിക്കുന്നതും അമാനുഷിക ശക്തിയൊന്നും ഇല്ലെങ്കിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളുമാണ്. ഈ ഒരു കാര്യം, കമ്മിറ്റ്മെൻറ്റിൻ്റെ അടിമ തന്നെയാണ് ഞാനും. സുരാജ് വെഞ്ഞാറമ്മൂട് ഒരുപാട് മോശം സിനിമകൾ അഭിനയിച്ചു എന്ന് പറഞ്ഞപ്പോൾ അതിനെ ന്യായീകരിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം അദ്ദേഹം 10 പൈസ പോലും മേടിക്കാതെ പല കമ്മിറ്റ്മെൻറ്റ്സിൻ്റെ പുറത്തും ആലപ്പുഴയിൽ നിന്ന് പൊള്ളാച്ചി പോയി ചെയ്യുക, അവിടെ നിന്ന് തിരിച്ചു വരിക. ഒരു രൂപയിലും കിട്ടാത്ത കാര്യം എനിക്കറിയാം, പേഴ്സണലി എനിക്കറിയാം. ഇത് കമ്മിറ്റ്മെൻറ്റിൻ്റെ പുറത്താണ്. നമുക്ക് പെട്ടെന്ന് നമ്മുടെ സൗഹൃദങ്ങൾ മറക്കാൻ സാധിക്കില്ല. അവർ ഒരു ദിവസം വന്ന് 2 ദിവസം വന്ന് സഹകരിക്കണമെന്ന് പറയുമ്പോൾ ആ ഉള്ള കാശിന് നമ്മൾ പോയി സഹകരിക്കുന്നതാണ്. പക്ഷേ കമ്മിറ്റ്മെൻറ്റ് നല്ലതല്ല, സിനിമയ്ക്ക് നല്ലതല്ല. പേഴ്സണലി ഞാൻ കമ്മിറ്റ്മെൻറ്റിൻ്റെ അടിമയാണ്. ഒരാൾ വന്നിട്ട് കരഞ്ഞ് പറയുക, അല്ലെങ്കിൽ ഒരാൾ പറയുമ്പോൾ നമ്മൾ ഒരു ദിവസം പോയി ചെയ്യാതെ നടക്കില്ല. പിന്നെ ചോദിച്ചത്
ആ ഇപ്പോൾ വളരെ ചെറിയ സീനാണെങ്കിലും അതിപ്പോൾ ഓരോരുത്തരുടെ ആറ്റിറ്റ്യൂഡാണ്. ഹീറോയിസം ആഗ്രഹിക്കുന്നവരുണ്ട്. ഈ അടുത്ത് ഏറ്റവും വലിയൊരു ദുരനുഭവം എനിക്കുണ്ടായത്, ഒരു വർഷമായിട്ട് ഞങ്ങൾ ഒരുമിച്ച് ഡിസ്കസ് ചെയ്യുന്നൊരു സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നു. ആ സ്ക്രിപ്റ്റ് ഒരു യുവനടൻ മാറി കഴിഞ്ഞപ്പോൾ ഞാൻ മറ്റൊരു യുവനടനെ വിളിച്ച് പറഞ്ഞു, ഇതൊന്ന് കേൾക്ക്. അപ്പോൾ 3 പേരെ വെച്ചിട്ടുള്ളൊരു സ്ക്രിപ്റ്റായിരുന്നു. അപ്പോൾ ഈ ഡയറക്ടറായിട്ട് ഒരാൾ ഒരു വർഷം നടന്നുകൊണ്ടിരിക്കുകയാണ്. പല സ്ഥലത്ത് തന്നെ വന്ന് കാണും. ഞങ്ങളതിൻ്റെ ആദ്യമിട്ട പേര് മാറ്റി, അദ്ദേഹം പറഞ്ഞു ഇന്ന പേരിട്ടാൽ നന്നായിരിക്കും, നല്ല എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ഈ യുവനടനെ കേൾക്കാൻ തയ്യാറില്ല, പക്ഷെ നിർബന്ധിച്ച് കേൾപ്പിച്ച് കഴിഞ്ഞപ്പോൾ അവനാകെ ത്രിൽഡായി. പിന്നെ ഈ ഡയറക്ടറെ കുറിച്ചോ ഈ പടത്തിനെ കുറിച്ചോ ഒന്നും ഒരു വിവരമില്ല. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ അതിൻ്റെ അനൗൺസ്മെൻ്റാണ് കാണുന്നത്. എന്നെ മാറ്റിയിട്ട് അവിടെ വേറൊരു നടനിട്ടിരിക്കുന്നു. അവരൊരു ടീമായി പോയി. അപ്പോൾ ഒരു ദിവസം ഞാൻ ആകെ ഡൗൺ ആയിപ്പോയി. പിന്നെ ഞാൻ ഓർത്ത് എനിക്ക് വിധിച്ചിട്ടുള്ളതായിരിക്കില്ല, ഇതിനേക്കാൾ വലുതായിരിക്കും എനിക്ക് വിധിച്ചിട്ടിരിക്കുന്നത്. എനിക്ക് നഷ്ടപ്പെട്ടതെല്ലാം പിന്നീട് പ്ലസ്സായി മാറിയിട്ടുണ്ട്. അത് എന്തുകൊണ്ടത് നന്മയ്ക്ക് വേണ്ടിയാണെന്നുള്ള ഇതുകൊണ്ട്. അപ്പോൾ ഈ പറയുന്ന പോലെ ആദ്യം ഈ യുവനടൻ ചെറിയ സംഭവമാണെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറിയ സംഭവം അദ്ദേഹം ഏറ്റെടുത്തു. അത് നന്നായി. ആ ഒരു ആറ്റിറ്റ്യൂഡിൽ എത്തിയതിനെ ഞാൻ പ്രശംസിക്കുന്നു. കാരണം ഈ 3 പേർക്ക് ഈക്വൽ പ്രിഫറൻസ് ആയിരിക്കും എൻ്റെ ഹീറോയിസം പോകില്ല എന്ന് ചോദിച്ച നടൻ അതെടുത്ത് ചിലപ്പോൾ ഇനി മറ്റേ ക്യാരക്ടേഴ്സ് ചെയ്യുന്നവരൊക്കെ വെട്ടി മുറിച്ചോ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ നമ്മൾ അങ്ങനെ നോക്കരുത്, ഒരു ടോട്ടാലിറ്റിയാണ്. എനിക്കൊന്ന് പൃഥ്വിരാജ് അതിൽ കംഫർട്ടബിളാണ്. പുള്ളിക്ക് ചെറിയ സംഭവമാണെങ്കിലും നല്ലതാണെങ്കിൽ ചെയ്യാൻ തയ്യാറുള്ള മനസ്സുണ്ടെന്ന് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുണ്ട്. ഹീറോയിസം എന്നുള്ളതല്ലാതെ വേറെ പല ചർച്ചകളും വന്നപ്പോൾ അതിന് തയ്യാറായിട്ട് നിൽക്കുന്ന ഒരാളാണ്. പിന്നെ മറ്റുള്ളവരുടെ കാര്യം എനിക്കറിയില്ല പേഴ്സണലി. ചെറിയ ഒരു 2 സീനുള്ളെങ്കിൽ അല്ലെങ്കിൽ 2 ഡയലോഗാണെങ്കിലും അവരുടെ ഒരു പ്രസൻസ് അത് വളരെ ഗുണം ചെയ്യുമെങ്കിൽ വന്ന് ചെയ്യണമെന്നാണ്. ഈ കലയ്ക്ക് വേണ്ടിയിട്ട്, സിനിമ എന്നുള്ള ആർട്ടിന് വേണ്ടി ചെയ്യണമെന്നുള്ളതാണ്. സെൽഫിഷ് അല്ലാത്തവർക്ക് അത് ചെയ്യാൻ സാധിക്കും. തീർച്ചയായിട്ടും സലീം കുമാറും സുരാജും ഒക്കെ അവാർഡ് കിട്ടിയപ്പോൾ കുശുമ്പോടുകൂടി വിഷമത്തോടുകൂടിയൊക്കെ പ്രതികരിച്ച ആൾക്കാരെ എനിക്കറിയാം. ഈ അവാർഡ് അനൗൺസ് ചെയ്യുമ്പോൾ ഞാനുണ്ട്, മമ്മൂക്കയുണ്ട്, കുറച്ച് താരങ്ങൾ. മംഗ്ലീഷിൻ്റെ ഷൂട്ടിംഗ് സെറ്റിലാണ് ഈ അനൗൺസ്മെൻറ്റ്. പെട്ടെന്നാണ് സുരാജിൻ്റെ ഒരു പേര് ഫ്രെയിമിലേക്ക് വരുന്നത് തന്നെ. അന്ന് വരെ നമ്മൾ തലേദിവസം പോലും നമുക്കറിയില്ല. അപ്പോൾ എൻ്റെ അടുത്ത് മമ്മൂക്ക പറഞ്ഞു, ഡാടാ നീയൊക്കെ പോയി ചാവടാ, ഏടാ സുരാജിന് ദേശീയ അവാർഡ് കിട്ടിയിരിക്കുന്നു എന്ന് പറയും. അപ്പോൾ ഞാനൊരൊറ്റ ചിരിയിരിച്ചു. അപ്പോൾ എൻ്റെ ഇപ്പുറത്തെ ഒരാൾ വളരെ ദുഃഖിച്ചൻ ഇങ്ങനെ നിൽക്കുകയാണ്, മുഖത്ത് ദുഃഖമാണ്. ഞാൻ ചിരിച്ചപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു, നമുക്ക് എന്താ അല്ല സലീം കുമാർ ദേശീയ അവാർഡ് കിട്ടിയപ്പോഴേക്കും കുറച്ച് സെലക്റ്റീവായി, കുറേ വേഷങ്ങൾ നമ്മളെ തേടിയെത്തി. പിന്നെ സുരാജ് സെലക്റ്റീവായി കഴിഞ്ഞാൽ നമുക്ക് വേഷങ്ങൾ കിട്ടുമല്ലോ, സന്തോഷം. അപ്പം മറ്റാളുടെ അടുത്ത് പറഞ്ഞു, നീ എന്തിനാണ് വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാവർക്കും ഇതൊക്കെ കിട്ടും, ശ്രമിക്കണം എന്നൊക്കെ പറഞ്ഞ് നമുക്ക് സമാധാനപ്പെടുത്തുകയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം സുരാജിനും സലീം കുമാറിനൊക്കെ കിട്ടിയത് എനിക്ക് മറ്റൊരു തൂവൽ കൂടിയാണ് എനിക്ക്. കാരണം എൻ്റെ കുടുംബത്തിൽ ചെല്ലുമ്പോഴും മറ്റുള്ള ഷൂട്ടിംഗ് സ്ഥലത്ത് ചെല്ലുമ്പോഴും ഒരു ഭയമുണ്ട്, ഇനി ഇവരെങ്ങാൻ കിട്ടുമോ, എവിടെ ചെന്നാലും ഒരു കസേര നമുക്ക് ഉറപ്പാണ്. പറയാൻ പറ്റില്ലല്ലോ, സിനിമയിൽ ആരും കാര്യം ഒന്നും പറയാൻ പറ്റില്ല. അത് എൻ്റെ കുടുംബത്തിൽ നിന്നും, അത് പ്രത്യേകിച്ച് മിമിക്രിയിൽ നിന്നും വന്ന 2 പേര് വളരെ താഴേക്കട എന്ന് പറയുന്നുണ്ടെങ്കിൽ സാധാരണ ജനങ്ങളുടെ ഇടയിൽ ജീവിച്ചിട്ടുള്ള ആൾക്കാർ ഒരു നക്ഷത്രമായി പൊട്ടി വിരിയാത്ത 2 പേർക്ക് കിട്ടിയപ്പോൾ സാധ്യതകൾ ഇനിയുണ്ട്. എൻ്റെ പിന്നാലെ വരുന്നവർക്ക് ഇനിയും സാധ്യതകളുണ്ട്. എന്നേക്കാൾ വലിയവനാണ് എൻ്റെ പിന്നാലെ വരുന്നതെന്നാണ് ബൈബിളിലൊക്കെ പറയുന്നത്. അപ്പോൾ ഇനി വരാനിരിക്കുന്നവരാണ് വലിയ വലിയ ആൾക്കാർ. അപ്പോൾ അവരെയും പേടിയോടെ ഭയത്തോടെ നോക്കിയെങ്കിൽ പഴയ പോലെ ഈഗോസ് ഇതൊന്നും കാണിക്കാതെ അവരോട് സ്നേഹത്തോടെ പെരുമാറാൻ സാധിക്കുള്ളൂ. അപ്പോൾ എപ്പോഴും നല്ലൊരു കലാകാരൻ എന്ന് പേരെടുക്കുന്നതിനേക്കാൾ നല്ലൊരു മനുഷ്യനെന്നും കൂടിയാണ്. ഇപ്പോൾ ദേശീയ അവാർഡ് കിട്ടിയതുകൊണ്ട് കാര്യമില്ല, നല്ലൊരു മനുഷ്യനെന്നും കൂടി പേരെടുത്തെങ്കിലേ ജനങ്ങളുടെ മനസ്സിലുണ്ടാവുള്ളൂ. അപ്പോൾ സുരാജ് എനിക്കൊന്ന് ഇവരൊക്കെ നല്ല മനുഷ്യരായതുകൊണ്ടായിരിക്കാം എൻ്റെ മനസ്സിലൊക്കെ അവർ ഇന്ന് നിലനിൽക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ വേദനയോടെ അവരുടെ പേര് പറയില്ലായിരുന്നു. സലീം കുമാറും സുരാജൊക്കെ പണ്ടെങ്ങനെയായിരുന്നു അതുതന്നെയാണ് ഇപ്പോഴും. അവർ പച്ചയായ മനുഷ്യരാണ്. അവരെന്തെങ്കിലും നന്മയില്ലാതെ ഒരിക്കലും ഈ ഉയരങ്ങളിലെത്തില്ല. അപ്പോൾ നന്മകളുള്ളവർക്ക് നന്മ ഭവിക്കട്ടെ.